അമിതാഭ് ബച്ചൻ്റെ ഭാര്യ ജയാ ബച്ചൻ നാട്ടിലും വീട്ടിലുമൊക്കെ പ്രശ്നക്കാരിയാണെന്നാണ് കേൾക്കുന്നത്. എന്തെങ്കിലും വാസ്തവമുണ്ടോ? നമ്മുടെ പാർലമെൻറ്റിൽ രാജ്യസഭയിലെ കഴിഞ്ഞ സെഷൻ കണ്ടവർക്കത് മനസ്സിലായിട്ടുണ്ടാവും. നാട്ടിലും വീട്ടിലും പ്രശ്നമാണ്. മിക്കവാറും ഐശ്വര്യ റായി അഭിഷേക് ബച്ചനെ കളഞ്ഞിട്ട് വീട്ടിൽ പോകും. അതാണ് വീട്ടിലെ പ്രശ്നം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് രാജ്യസഭയിൽ അവരുടെ പ്രകടനം കണ്ടായിരുന്നു. അവർ വല്ലാതെ ബഹളം വെക്കുകയാണ്. അത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഈ ജയാ ബച്ചൻ ഒരു വല്ലാത്ത അഹങ്കാരിയെ പോലെ, അല്ലെങ്കിൽ ആരോടും മെക്കിട്ട് കയറുന്ന ഒരു പെണ്ണുപിള്ള എന്ന് പറയത്തില്ലേ നാട്ടിൻ പുറത്ത്, ആരെ കണ്ടാലും മെക്കിട്ട് കയറുന്ന പെണ്ണുപിള്ളയാണ്. അത്തരത്തിൽ പെരുമാറുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ജയാ ബച്ചനെ കാണുന്നത്. അവർ പൊതു ഇടങ്ങളിൽ ആളുകളോട് ചൂടാവുക, ക്ഷുഭിതയാവുക, അടിമുടി ശരീരഭാഷ, അഹന്തയുടെ ആൾരൂപമാണ്. അധികാരം, സമ്പത്ത്, വലിയ സ്വാധീനമൊക്കെ ഉണ്ടെന്നതിൻ്റെ ഒരു അഹംഭാവം എല്ലായ്പ്പോഴും കാണിക്കുന്ന ഒരു സ്ത്രീയാണ് ജയാ ബച്ചൻ. അവർ സമാജ്വാദി പാർട്ടിയുടെ എം പിയാണ്. അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയാണ്. അപ്പോൾ അഖിലേഷിൻ്റെ പാർട്ടിയിൽ മഹാഭൂരിപക്ഷം ഗുണ്ടകളാണല്ലോ. അപ്പോൾ വേണമെങ്കിൽ ഒരു വനിതാ ഗുണ്ടിയോ ഒക്കെയാണ് ജയാ ബച്ചൻ എന്ന് പറയാം. അപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ രാജ്യസഭയിൽ വെച്ച് രാജ്യസഭാ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖറുമായിട്ട് ജയാ ബച്ചൻ കോർത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, അധ്യക്ഷൻ പറഞ്ഞു, നിങ്ങൾ സെലിബ്രിറ്റിയാണ്. ഉടനെ ഇവർ അതിൽ പിടിച്ചു. സെലിബ്രിറ്റി തന്നെ വിളിക്കാവോ, ഞാൻ എം പി ആണ്, എന്നെ സെലിബ്രിറ്റി എന്ന് പറയാൻ പറ്റുകയില്ല എന്തൊക്കെ പറഞ്ഞ് ഭയങ്കര ഉടക്കായി. അവസാനം ഇവർ ചൂടായപ്പോൾ അധ്യക്ഷനും ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനും വല്ലാതെ ചൂടായി വലിയ പ്രശ്നമായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഹീറ്റഡ് ഡയലോഗുകൾ കൈമാറി. അവസാനം പ്രതിപക്ഷം തീരുമാനിച്ചു, എന്നാൽ പിന്നെ ജയാ ബച്ചന് വേണ്ടിയിട്ട് ഇന്ത്യ മുന്നണി തീരുമാനിച്ചു ഉപരാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാൻ നോട്ടീസ് കൊടുക്കണമെന്നൊക്കെ ആലോചിക്കുക വരെ ചെയ്തു. പക്ഷേ അപ്പോഴത്തേക്കും സഭ വിരിഞ്ഞു, അത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് പൊതു ഇടങ്ങളിൽ, രാജ്യസഭയിലായാലും പൊതുസമൂഹത്തിലായാലും അങ്ങേയറ്റം അഹങ്കാരത്തോടെ വലിയ ഒച്ച വെച്ച് സൗമ്യമായി സംസാരിക്കുന്ന ജയാ ബച്ചൻ്റെ ഒരൊറ്റ വീഡിയോ കാണാനില്ല. രാജ്യസഭയിൽ ഇവരുടെ പ്രസംഗങ്ങളൊക്കെ നോക്കൂ, വലിയ തോതിൽ അട്ടഹസിക്കുകയും ബഹളം വയ്ക്കുകയൊക്കെയാണ്. അപ്പോൾ ഉറക്കെ സംസാരിക്കുമ്പോൾ ഭരണപക്ഷം പേടിച്ചു പോകുന്നൊക്കെ ഇവർ ധരിച്ചു വെക്കുന്നുണ്ടാവുക. പക്ഷേ മൊത്തത്തിൽ ഇവരുടെ ശരീരഭാഷ വല്ലാത്തൊരു വഴക്കമില്ലാത്ത, ഒരു ഫ്ലെക്സിബിളല്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അഹങ്കാരവും ഒക്കെ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ജയാ ബച്ചനെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാർലമെൻറ്റിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ അങ്ങനൊന്നും ആരോടും കയറി മുട്ടുന്ന ആളൊന്നുമല്ല. പക്ഷെ വളരെ മാന്യമായി, വളരെ നന്നായി ഒന്നാന്തരം പ്രസംഗങ്ങളാണ് അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്തിൽ നടത്തുന്നത്. ഈ സമീപകാലത്ത് രാജ്യത്തിനെതിരെ ബംഗ്ലാദേശ് ഇന്ത്യയിൽ ആവർത്തിക്കും എന്ന് പറഞ്ഞവരെ കുറിച്ചൊക്കെ അദ്ദേഹം നടത്തിയ പ്രസംഗം വളരെ കൃത്യമായ മറുപടിയാണ്. അപ്പോൾ രാജ്യസ്നേഹത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും അത് മുറ്റി നിൽക്കുന്ന ഒരു പ്രതികരണമായിരുന്നു രാജ്യസഭാ അധ്യക്ഷൻ്റെ ഭാഗത്തുണ്ടായി. അപ്പോൾ ഒരു വലിയ റെസ്പെക്റ്റബിളായിട്ടുള്ള ഒരിടപെടൽ നടത്തുന്ന രാജ്യസഭാ അധ്യക്ഷനാണ്. എന്നാൽ അദ്ദേഹം വളരെ കർക്കശക്കാരനുമാണ്. അങ്ങനെയുള്ള ജഗദീപ് ധൻഖറിനോട് പോലും മുട്ടുക എന്ന് പറഞ്ഞാൽ വളരെ മോശം ലെവലിൽ ഒരു ഫുട്പാത്തിലെ ഗുണ്ടകളെ പോലെ പെരുമാറുന്ന പ്രസംഗമായിരുന്നു ജയാ ബച്ചൻ്റെത്. ഇതാണ് ജയാ ബച്ചൻ്റെ പാർലമെൻറ്റിൽ നമ്മൾ കാണുന്ന പൊതു സ്വഭാവം. ഇവർ കുടുംബത്തിൽ ഇങ്ങനെയാണെന്ന് പറയുന്നത്. ആരോടും സ്നേഹത്തോടെ പെരുമാറത്തില്ല, ആരോടും വെക്കിട്ട് കയറും. ഇങ്ങനെ ആകെ പ്രശ്നമുണ്ടായി, കുടുംബത്തിൽ വലിയ അസ്വാരസ്യം ഉണ്ടാവുന്നു. ഇവരും അമിതാഭ് ബച്ചൻ്റെ മകളായിട്ടുള്ള ശ്വേതാ ബച്ചൻ, അതായത് അഭിഷേകിൻ്റെ സഹോദരി, ഇവർ രണ്ടുപേരും ഐശ്വര്യ റായിയായിട്ട് മുട്ടനടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ലോകത്ത് കുറേ കാലമായി ഇത് ചർച്ചയാണ്. ഈ അടുത്തിടയ്ക്ക് അഭിഷേക് ബച്ചൻ വിദേശത്ത് വെച്ച് മാധ്യമങ്ങളുടെ ഒരു പ്രസ്താവന നടത്തി. അതായത് ഇപ്പോഴും ഞാനും ഐശ്വര്യ റായിയും തമ്മിൽ വിവാഹബന്ധമുണ്ട്, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അഭിഷേക് ബച്ചൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞങ്ങളിപ്പോഴും വിവാഹിതർ തന്നെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അച്ഛൻ ഇവിടെയില്ല, പത്താഴത്തുമില്ല, അത് പണ്ടൊരു കുട്ടി പറഞ്ഞ കഥയുണ്ടല്ലോ. അതിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ ചിലപ്പോൾ വലിയ താമസമില്ലാതെ വിവാഹബന്ധം വേറെ പിരിച്ചെടുക്കാം എന്നത് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. മോതിരമൊക്കെ ഉയർത്തി കാണിച്ചു. അതെ, കണ്ടല്ലോ, വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരാൾ എന്തിനാണ് വന്നിട്ട് ഐശ്വര്യ റായിയും ഞാനും തമ്മിൽ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടൊന്നുമില്ല എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ അഭിഷേക് ബച്ചൻ ആദ്യം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് അറിയായിരുന്നു. വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞാണ് ഒരാളുമായിട്ട്. ഇപ്പോൾ സിനിമയൊക്കെ കാണുന്നതല്ലേ, ഒരു ക്വിസായിട്ട് കുട്ടിയാണ് അഭിഷേക് ബച്ചൻ ഐശ്വര്യയുടെ ഭർത്താവ്. ആരെയാണ് ആദ്യം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്? എൻഗേജ്മെൻ്റ് വരെ കഴിഞ്ഞത് കരിഷ്മ കപൂറുമായിട്ട്. അവർ ഒരുപാട് കാലം പ്രണയത്തിലായിരുന്നു. വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞു. പിന്നെ വളരെ പെട്ടെന്ന് എന്തുകൊണ്ടാണെന്ന് ഒരുപാട് ഗോസിപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ഗോസിപ്പുകൾ നമ്മൾ പറയുന്നില്ല. പക്ഷേ കൃത്യമായി രണ്ടുപേരും വിശദീകരിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഞങ്ങൾ
വിവാഹം കഴിക്കാതെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടും ദീർഘകാലം പ്രണയികളായിരുന്നിട്ടും എന്തുകൊണ്ട് പിരിഞ്ഞു എന്ന് വ്യക്തമാക്കിയിട്ടില്ല. കരിഷ്മയും പറഞ്ഞിട്ടില്ല, അഭിഷേക് ബച്ചനും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് വളരെ പെട്ടെന്ന് ഐശ്വര്യ റായി വരുന്നത്. ഐശ്വര്യ റായിക്കും ഇതുപോലെ മറ്റൊരു പ്രണയബന്ധമൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം. ആ പേരുകളൊന്നും നമ്മൾ പറയുന്നില്ല, കാരണം നമ്മൾ സിനിമാ വിഷയങ്ങളും നമ്മളധികം സംസാരിക്കാറുമില്ല. പക്ഷേ ഇതിനകത്തൊരു രാഷ്ട്രീയം കൂടി ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഐശ്വര്യയുടെ കാര്യം എടുത്തു വെച്ചത്. ഇപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം കുറേ കാലമായി ശ്വേതാ ബച്ചനും ജയാ ബച്ചനും ഒരുമിച്ചാണ്. അവർ ഒറ്റക്കെട്ടാണ് കുടുംബത്തിൽ. ഐശ്വര്യ സെപ്പറേറ്റ് ആണ്. അഭിഷേക് ബച്ചൻ ഒരു അമ്പയറെ പോലെ ഓടി നടക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇക്കൂട്ടത്തിൽ ഇവരെല്ലാവരും വലിയ താൻപോരിമയുടെ ആൾക്കാരാണ്. ഇപ്പോൾ ഐശ്വര്യ റായിയെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യ റായി ലോകത്തിലെ ഏറ്റവും സമ്പന്നയായ സ്ത്രീകളുടെ ഒരാളാണ്. ഒരുപാട് പൈസ, കോടാനുകോടി രൂപയുടെ, നൂറുകണക്കിന് കോടി രൂപയുടെ ആസ്തിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും വൈവാഹിക ബന്ധത്തിൻ്റെ ഒരു ഭർത്താവിൻ്റെ തണലോ ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ടോ ഒന്നും ഐശ്വര്യ റായിക്ക് ആവശ്യമില്ല. അവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സുന്ദരിയായ സിനിമാ നടിയായിട്ട് പ്രേക്ഷകർ കാണുന്നു. ഞാൻ എൻ്റെ അഭിപ്രായമല്ല കേട്ടോ, പ്രേക്ഷകർ കാണുന്ന ഒരു നടിയാണ്. അപ്പോൾ നമ്മൾ ഐശ്വര്യ റായി എന്നൊക്കെ പറഞ്ഞാൽ ആരും നമ്മൾ ആളെ കളിയാക്കാൻ വേണ്ടി പറയുന്നത് പിന്നെ അവൾ വലിയ ഐശ്വര്യ റായി ആണെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു പ്രയോഗം, ഒരു ഉപമ, ഒരു ഫ്രൈസ് പോലും ആയിരിക്കുന്നു ഐശ്വര്യ റായി. അവരുടെ കണ്ണുകളും അവരുടെ പ്രായത്തെ വെല്ലുന്ന സൗന്ദര്യമുണ്ട് അവർക്ക്. അപ്പോൾ നമ്മൾ അംഗീകരിക്കാൻ തരവില്ല. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന ഒരു സൗന്ദര്യധാമമാണ് ഐശ്വര്യ റായി. ഐശ്വര്യ അപ്പോൾ സിനിമയിലൊന്നും കാര്യമായിട്ട് അഭിനയിക്കുന്നില്ല. അവസാനം അഭിനയിച്ചത് മറ്റേ മണിരത്നത്തിൻ്റെ സിനിമ പൊന്നിയിൻ സെൽവനിലാണ്. അപ്പോൾ ഐശ്വര്യ പറഞ്ഞു വെക്കുന്നത് തൻ്റെ ദാമ്പത്യ ബന്ധം അത്ര സുഖകരമല്ലാത്തതിന് കാരണം ഈ ജയാ ബച്ചൻ്റെയും അവരുടെ കൂടെ സഹോദരിയായ ശ്വേതയുടെയും ഇടപെടലുകൾ, തനിക്ക് വീട്ടിൽ വലിയ നീതിയൊന്നും കിട്ടുന്നില്ല എന്ന് ഐശ്വര്യ പലപ്പോഴും സൂചിപ്പിച്ചതായിട്ടാണ് ഹിന്ദി സിനിമാ പേജുകളൊക്കെ പറയുന്നത്. നാഷണൽ സിനിമാ പേജുകളിലുള്ള ഗോസിപ്പ് കോളങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവരുടെ വീട്ടിൽ വലിയ ആഭ്യന്തര പ്രശ്നമുണ്ട്, വലിയ അന്തഛിദ്രമുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ സമീപകാലത്ത് ഇത് നോട്ടീസ് ചെയ്യപ്പെട്ടത് നമ്മുടെ ആനന്ദ് അംബാനിയുടെ കല്യാണം കഴിഞ്ഞല്ലോ, വലിയ കല്യാണം. ഈ കല്യാണത്തിന് ഇവർക്കെല്ലാം ക്ഷണമുണ്ടായിരുന്നു. പക്ഷേ അഭിഷേക് ബച്ചനും ജയാ ബച്ചനും ശ്വേതാ ബച്ചനും ഒന്നിച്ച് കല്യാണത്തിന് വന്നു. ഐശ്വര്യ റായി ആ കൂടെ വന്നില്ല. ഐശ്വര്യയും മകള് ആരാധ്യ ബച്ചനും പ്രത്യേകമാണ് വന്നത്. രണ്ടുപേരും രണ്ട് സമയത്ത് വന്നു, രണ്ടിടത്താണ് നിന്നത്. സത്യത്തിലൊരു കുടുംബമല്ലേ? അതെ, ഭർത്താവും അമ്മയും നാത്തൂനും ഒരിടത്ത് നിൽക്കുന്നു, ഒരു സമയത്ത് വന്നു. ഐശ്വര്യയും മകളും വേറെ സമയത്ത് വന്നു, വേറെ സ്ഥലത്ത് നിന്നു. അതിൽ നിന്ന് ലോകത്തിന് മനസ്സിലാവുന്നത് എന്താണ്? എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നം ഇതേ തുടർന്നാണ് അഭിഷേക് ബച്ചനോട് വിദേശത്ത് വെച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്, നിങ്ങൾ തമ്മിൽ ഈ ആനന്ദ് അംബാനിയുടെ കല്യാണത്തിനെത്തിയപ്പോൾ രണ്ട് സമയത്താണ് വന്ന് രണ്ടായിട്ട് മാറിയാണല്ലോ നിന്ന് എന്ന് ചോദിക്കുന്നത്. അപ്പോഴത്തേക്കാണ് വിവാഹമോതിരം കാണിച്ചിട്ട് ഇപ്പോഴും എൻ്റെ മോതിരം എൻ്റെ കയ്യിലുണ്ട്, പെട്ടി പോയെങ്കിലും താക്കോല് കയ്യിലുണ്ടെന്ന് പറയുന്ന പോലെ മോതിരം എൻ്റെ കയ്യിലുണ്ടെന്ന് അഭിഷേക് ബച്ചൻ പറഞ്ഞത്. അപ്പോൾ ഇതൊരു സെലിബ്രിറ്റി ഫാമിലിയിലെ പ്രശ്നമാണ്. എന്തിനാണ് ABC ടോക്ക് പറയുന്നത് പറഞ്ഞാൽ ഇതിനകത്തൊരു കീ പോയിന്റ് ജയാ ബച്ചനാണ്. ജയാ ബച്ചൻ്റെ ക്യാരക്ടറാണ്. ഈ ഐശ്വര്യ റായിയും അഭിഷേക് ബച്ചനും തമ്മിലുള്ള ബന്ധം ഡിവോഴ്സിലേക്ക് മാറുകയാണെങ്കിൽ പ്രൈം അക്യൂസ് ജയാ ബച്ചനാണ്. അവരെ ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ ധാർഷ്ട്യത്തിൻ്റെയും തുടക്കത്തിൽ പറഞ്ഞ പോലെ അഹന്തയുടെയും ആൾ രൂപമായി അവരുടെ ഒരു സുപ്രീമസി എല്ലായിടത്തും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരു വല്ലാത്ത ക്ഷോഭം, ആരോടോ ഉള്ള പക ഒക്കെ അവരുടെ മുഖത്തുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ഹിന്ദിയിലോടത്ത് വായിച്ചു, ഹിന്ദിയിലല്ല ഇംഗ്ലീഷിലൊരു ഫിലിം മാഗസിനിൽ വായിച്ചത്, അമിതാഭ് ബച്ചനെ മിസ്റ്റർ ബി എന്നല്ല വിളിക്കട്ടെ, മിസ്റ്റർ പി എന്നാണ് വിളിക്കേണ്ടത്. പേഷ്യൻറ്റ്, ഇത്രയും പേഷ്യൻസ് ഉള്ള ക്ഷമാശീലനായ ഒരാൾ ഈ സ്ത്രീയെ എങ്ങനെ ഇത്ര കാലം സഹിച്ചു? അതുകൊണ്ട് മിസ്റ്റർ പിക്ക് പകരം ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഉള്ള ആളെന്നല്ല മിസ്റ്റർ പി എന്ന് കൂടി വിളിക്കണം എന്ന് പറയുന്നു. അപ്പം പൊതുവിൽ ജയാ ബച്ചൻ എന്ന് പറയുന്ന സ്ത്രീയുടെ അരഗൻസ് അമിതാഭ് ബച്ചൻ്റെ കാര്യത്തിലുണ്ട്, കുടുംബത്തിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്. ഇതാണ് നമ്മൾ പാർലമെൻറ്റിൽ കണ്ടത്. അപ്പം എല്ലാ സമയത്തും ഈ അരഗൻ്റായിട്ട് പെരുമാറുന്നത് ഒരു മാനസിക പ്രശ്നമാണ് അല്ലേ? നമുക്ക് എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെന്നാണ് വിവരമുള്ളവർ പറയുന്നത്. എല്ലാവർക്കും. ചിലർക്ക് ഭയങ്കര വൃത്തിയായിരിക്കും, ഇരിക്കുന്നവരൊക്കെ തുടച്ചാലും മതിയാവില്ല. ചിലർക്ക് സംശയമായിരിക്കും, ആരെങ്കിലും എപ്പോഴും എൻ്റെ പുറകെ ഉണ്ടോ. ചിലർക്ക് എല്ലാവരോടും പകയായിരിക്കും, ദേഷ്യം. അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൽ ആരുണ്ട്? ജയാ ബച്ചനുണ്ട്. അപ്പോൾ ജയാ ബച്ചൻ്റെ പാർലമെൻറ്റിലെ പ്രസംഗം എടുത്തൊരു വലിയ ആനക്കാര്യം കേന്ദ്ര സർക്കാരിനെ ഉറപ്പിച്ചു എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. മോദിക്ക് പറ്റിയ എതിരാളിയാണ്. വേറൊരു സ്ത്രീയുണ്ടല്ലോ, മറ്റേ
പാർലമെൻറ്റിൻ്റെ പാസ്വേഡൊക്കെ ചോർത്തിക്ക മഹുവ എന്ന് പറയുന്ന പോലെ മഹുവയും ജയാ ബച്ചനും ഇന്ത്യ മുന്നണിയുടെ വലിയ പടയാളികളാണെന്ന് പറയുമ്പോൾ ഇവർ പാർലമെൻറ്റിൽ പെരുമാറുന്ന പോലെയാണ് വീട്ടിലും പെരുമാറുന്നത്. അതുപോലെ അതുകൊണ്ട് മകൻ്റെ ഭാര്യയും മകൻ്റെ കുട്ടിയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിൽക്കുകയാണ് എന്നാണ് ഐശ്വര്യ റായി വിവാദം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ജയാ ബച്ചൻ അവരെ ഓടിച്ച് വിടാതിരിക്കട്ടെ. ജയാ ബച്ചൻ പാർലമെൻറ്റിൽ രാജ്യസഭയിൽ കാണിച്ച പ്രകടനം സ്വാഭാവികമല്ല, അവരുടെ സ്വതസിദ്ധമായ രീതിയാണ്. പാർലമെൻറ്റിൽ ബി ജെ പിക്കെതിരെ പറഞ്ഞാൽ വീട്ടിലിരിക്കുന്ന ഐശ്വര്യ റായിയും മകൻ്റെ കുട്ടിയും ബി ജെ പിക്കാരല്ലോ. അപ്പോൾ എല്ലായിടത്തും അവർ പെരുമാറുന്ന അതിൻ്റെ പേരിൽ ആവേശം കൊള്ളുന്ന ഇന്ത്യക്കാരോട് പറയേണ്ടത് ഈ സ്ത്രീക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. കാരണം മരുമകളാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നിൽക്കുന്നത്. തുടക്കത്തിലെ ചികിത്സിച്ച നല്ലതായിരിക്കുന്നത്. ആരും ചികിത്സിക്കണമെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ ആദ്യം ചികിത്സിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.